അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒന്ന് പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. പക്ഷേ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6:30 കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ മറഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന വഴിയിലാണ് കേട്ടോ വൈകിട്ടത്തേക്ക് എന്ത് കഴിക്കാൻ ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ചിക്കൻ ഫ്രൈ ചെയ്താലോ എന്ന്. വെറും ചിക്കൻ ഫ്രൈ അല്ലേ, ഹെൽത്തി ആയിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെറ്റായി തീരുമാനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാണാതെ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ചിക്കനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഫുൾ ചിക്കനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മസാല എന്ന് പറഞ്ഞാൽ ഇഞ്ചി, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ഇത്രയും നല്ലതുപോലെ ജാറിനകത്തിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് പുളി ആവശ്യമുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് അതോടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരയ്ക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് വേണം നമ്മുടെ മസാല തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ മസാല കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് മേത്തി ലീഫ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴാണ് നമ്മൾ ഓർത്തത് ഉപ്പിടാൻ മറന്നു കേട്ടോ. ഉപ്പില്ലാതെ എന്ത്. അപ്പോൾ ഉപ്പിടെ ഇട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി പകുതി നാരങ്ങാ നീരല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ എത്രത്തോളം പുളി വേണോ അതനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഫാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനെ നല്ലപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല മസാലകളെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ മസാലയെല്ലാം തേച്ച് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിനകത്തിലാണ് നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എണ്ണയുടെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ ചിക്കൻ വെച്ചതിനകത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പം ഈ സവാളയൊക്കെ മൊരിഞ്ഞ് വരുന്ന അതിൻ്റെ മണവും ആ ചിക്കനിലോട്ട് അതിൻ്റെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. സെറ്റായിട്ട് കണ്ടില്ലേ, എല്ലാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും സവാളയും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം എയർ ഫ്രയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. നമ്മൾ മയോണൈസ് ഇവിടെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.